ഹായ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഫെഡറൽ ബാങ്കിൻ്റെ എന്താ പറയുക, മുഖം നോക്കിയുള്ള സേവനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കയറി വൈറലായി കേട്ടോ. ഏകദേശം 60,000-ലധികം ആളുകൾ കണ്ടിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ആ വീഡിയോ മുകളിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോയിൽ പല കമൻറ്റുകൾ വന്നിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിരുന്ന കാര്യം യഥാർത്ഥത്തിൽ ഇതേപോലെ നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ചില ഇഷ്യൂസാണ്. NRIകൾ എന്നുള്ള രൂപത്തിൽ, നമ്മൾ പ്രവാസികൾ എന്നുള്ള രൂപത്തിൽ നമ്മൾ പലപ്പോഴും നമ്മൾ പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ബാങ്കുകളായിരിക്കാം, നമുക്ക് അടുത്തുള്ള ബ്രാഞ്ചുകളായിരിക്കാം ഒക്കെ ഓപ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ സിറ്റിക്കകത്ത്, മണ്ണാർക്കാട് സിറ്റിക്കകത്താണ്, തൊട്ടടുത്ത് തന്നെ 1 കിലോമീറ്റർ ദൂരത്തിനകത്ത് തന്നെയുള്ള ബ്രാഞ്ചാണ് ഞാനും സെലക്ട് ചെയ്തത്. അപ്പോൾ ഫെഡറൽ ബാങ്ക് തന്നെയാണ് ഒരു ഓപ്ഷനായിട്ടുണ്ടായിരുന്നത്. ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ്, നിങ്ങൾ ശ്രദ്ധിക്കുക, 20 വർഷങ്ങൾക്ക് മുൻപ് 2004 നമ്മൾ തുടങ്ങുന്ന പ്രവാസത്തിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും നമ്മൾ അന്നൊക്കെ ക്യാഷ് അയക്കാൻ കൂടുതലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ബാങ്കുകൾ തന്നെയാണ് അല്ലേ, ഷെഡ്യൂൾഡ് ബാങ്കുകൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്ത ബാങ്ക് തന്നെയായിരുന്നു ഫെഡറൽ ബാങ്ക്. അപ്പോൾ നമ്മൾ ആ തരത്തിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അത് ഇവിടെ വെച്ചാണ് ചെയ്യുന്നത് കേട്ടോ. അന്നൊക്കെ നമുക്ക് സൗജന്യമായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. വലിയ ബുദ്ധിമുട്ടില്ല. കാരണം അന്നൊരു 100 റിയാൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാഷ് മുഴുവനായി നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുമായിരുന്നു. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് മറ്റ് സാധാരണഗതിയിൽ മറ്റ് ഫീസുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ അത് തുടർന്ന് പോയി ഏകദേശം 16 വർഷത്തെ പ്രവാസം, ചില്ലറയല്ല, 1ഉം 2ഉം അല്ല, ഏകദേശം 16 വർഷത്തെ പ്രവാസം അവസാനിപ്പിച്ചു. അങ്ങനെ ആ അവസാനിപ്പിക്കുന്ന സമയം 2018 മാർച്ചിലാണ് ആ ഒരു ഇത് അവസാനിക്കുന്നത് കേട്ടോ. പക്ഷേ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ ഇടപാടുകൾ ഒരേ സമയം NRI അക്കൗണ്ട് അല്ലെങ്കിൽ NRI അക്കൗണ്ട് എന്ന് പറയുന്ന NRIകൾക്ക് കാശ് നാട്ടിലേക്ക് അയക്കാൻ പറ്റുന്ന അക്കൗണ്ടും, ONR എന്ന് പറയുന്ന അക്കൗണ്ടും അല്ലെങ്കിൽ NRO എന്ന് പറയുന്ന അക്കൗണ്ടും, പണ്ട് ONRI എന്നൊക്കെ പറയുമായിരുന്നു അതിന്. എന്തായാലും പലരും കമൻറ്റുകളിൽ ഇവിടെ ഈ ഒരു വീഡിയോയുടെ താഴെ പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ എനിക്ക് സംഭവിച്ച വിഷയം ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. അത് എന്താണെന്ന് ആകാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ മാത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്കും കാര്യം മനസ്സിലായവർക്കും ഈ വീഡിയോ കാണണമെന്നില്ല, സ്കിപ്പ് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവാം. സംഗതി ഇത്രയേ ഉള്ളൂ. പ്രവാസ ജീവിതം അവസാനിപ്പിച്ചതിന് ശേഷം നമുക്ക് തുടർച്ചയായി നമ്മൾ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആ ഒരു NRI സ്റ്റാറ്റസ് നമുക്ക് എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. അത് ലീഗലി നമുക്കത് ചെയ്യാനും പറ്റാത്ത കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സ്റ്റാറ്റസ്, ആ ഒരു NRI സ്റ്റാറ്റസ് അവസാനിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മറ്റ് അക്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങേണ്ടി വരും പലതരത്തിലുള്ള കാര്യങ്ങൾക്ക്. പിന്നെ നമുക്ക് ഇതേപോലെ ഈ അക്കൗണ്ടുകൾ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് TDSഉം നമുക്ക് വരാം. NRO അക്കൗണ്ട് ഉപയോഗിക്കും കേട്ടോ. NRI അക്കൗണ്ടിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ബാലൻസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. പിന്നെ അതേപോലെ വണ്ടികളുടെ ലോണ് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ NRO അക്കൗണ്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനത് കണ്ടിന്യൂ ചെയ്തു. അന്നേരം അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ക്യാഷ് കാർഡുകളും മറ്റും ഇപ്പോൾ 2023 എക്സ്പയർ ആകുന്നത്. എന്നാൽ NRI അക്കൗണ്ടിൻ്റെ നേരത്തെ തന്നെ എക്സ്പയർ ആയിരുന്നു ആ കാർഡ് കേട്ടോ. പിന്നീട് അത് ഉപയോഗിക്കാത്തത് കൊണ്ട് ഏകദേശം 7 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു NRO അക്കൗണ്ടിൻ്റെ കാർഡും എക്സ്പയർ ആയതോട് കൂടിയിട്ടാണ് ഞാൻ വീണ്ടും ഗൾഫിൽ തിരിച്ചെത്തുന്നതും പിന്നെ ഇവിടെ വെച്ച് നമ്മൾ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും. അങ്ങനെ പലതവണ ബാങ്കിനെ കോൺടാക്റ്റ് ചെയ്തു. ഏകദേശം 5-6 തവണ ഇമെയിലുകൾ വഴി മറ്റുമൊക്കെ കോൺടാക്റ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഇപ്പോഴും നമ്മുടെ റെക്കോർഡ്സിൽ കിടക്കുന്ന ഒരു ഡീറ്റെയിൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് പഴയ 16 വർഷം മുമ്പുള്ള അല്ലെങ്കിൽ 10-20 വർഷം മുമ്പുള്ള ഡീറ്റെയിൽസ് തന്നെയാണ്. നമ്മുടെ സംസാരം ഇടയ്ക്ക് മുറിഞ്ഞു പോയി കേട്ടോ. കുഴപ്പമില്ല, നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ തരത്തിലാണ് നമുക്ക് ഇഷ്യൂസ് വന്നത്. നമ്മുടെ ATM കാർഡ് നമ്മൾ പുതുക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് അക്കൗണ്ടുകൾ പുതുക്കിയപ്പോൾ പുതിയ ATM കാർഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്തു. ആ ഒരു ATM കാർഡിൽ നമുക്ക് സ്വാഭാവികമായിട്ടും പഴയ പിൻ നമ്പർ വെച്ച് അത് ഓപ്പൺ ചെയ്യാവുന്നതേ ഉള്ളൂ, സിമ്പിൾ. ആ ഒരു ഇൻഫർമേഷൻ പോലും നമുക്ക് ബ്രാഞ്ചിൽ നിന്ന് അവർ പ്രോപ്പറായിട്ട് തന്നില്ല. നമ്മൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളുടെ നമ്പറിലേക്ക് നിങ്ങൾ ATM കാർഡിൻ്റെ പിന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ശ്രദ്ധിച്ച് കേൾക്കുക, ATM കാർഡിൻ്റെ പിന്ന് നിങ്ങൾ വീണ്ടും റീസെറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ OTP വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ടെലിഫോൺ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ മാറ്റണം എന്നാണ് അവർ പറഞ്ഞത്. അവർ ഇതേപോലെ ഓരോരുത്തർ പറയുമ്പോൾ നമുക്ക് മൊബൈൽ നമ്പർ മാറ്റാൻ പറ്റുമോ? ഇതാണ് പോയിന്റ്.
മൊബൈൽ നമ്പർ നമുക്ക് മാറ്റാൻ കഴിയില്ല, നമുക്ക് OTP വന്നേ മതിയാകും. അവർക്ക് വീണ്ടും ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും സൗകര്യമില്ല, അതിനും നമ്മൾ വേറെ മെയിൽ അയക്കേണ്ടി വരും. അപ്പോൾ പലതവണ നമ്മൾ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ പോയിട്ട് അന്വേഷിക്കുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നു, ഇതേപോലെയുള്ള ഇഷ്യൂസ് വീണ്ടും 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 അവതരിപ്പിക്കുന്നു, എന്നിട്ടൊന്നും നമ്മുടെ പ്രശ്നം സോൾവ് ആകുന്നില്ല. അവസാനം നമ്മൾ തന്നെ മനസ്സിലാക്കുകയാണ്, അതായത് നമ്മൾ ഇവിടെ നിന്ന് സൗദിയിൽ നിന്ന് നമ്മൾ ഇവരുടെ ആ ഒരു ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചിട്ട് നിലവിലുള്ള നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു പിൻ നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഞങ്ങളത് NRE അക്കൗണ്ടിൻ്റെ പിൻ നമ്പർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. ONR അക്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ NRO അക്കൗണ്ടിൻ്റെ ചേഞ്ച് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നില്ല. ഫോൺ ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, കഴിയുന്നില്ല. അപ്പോൾ അത് ഫെഡ്ബുക്ക് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തു, അതിൽ നമുക്ക് ട്രാൻസാക്ഷൻസ് കാണിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഇതിൽ നമ്മൾ ATM കാർഡിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അവർ പറയുന്നത് ഈ പറയുന്ന പോലെ പിൻ നമ്പർ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, പിൻ നമ്പർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ മൊബൈൽ നമ്പർ മാറ്റുക, എന്നിട്ട് വീണ്ടും ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് ബാങ്കിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്. അത് തെറ്റായ ഇൻഫർമേഷൻ ആയിരുന്നു. അതാണ് നമ്മൾ സ്ഥാപിക്കാൻ ഈ ഒരു വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്, അത്രേ ഉള്ളൂ. അപ്പോൾ സംഭവം ക്ലിയർ ആയെന്ന് കരുതുന്നു. ഞങ്ങളത് ആപ്പ് വഴി തന്നെ വീണ്ടും നമ്മൾ നിലവിലുള്ള പിന്നിനെ ചേഞ്ച് ചെയ്തിട്ട്, പിന്ന് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിന് നമുക്ക് പഴയ പിന്നിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ആപ്പിൽ നമ്മൾ പഴയ പിന്ന് ചേഞ്ച് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നു. അതെല്ലാം ബാങ്ക് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അപ്പോഴും അതിനകത്തൊരു ഇഷ്യൂ കിടക്കുന്നുണ്ട്. അതിൻ്റെ എബൌട്ട് സെക്ഷനിൽ നമ്മളുടെ ഡീറ്റെയിൽസ് ഇപ്പോഴും 10-20 വർഷം മുമ്പുള്ള ഡീറ്റെയിൽസ് തന്നെയാണ് കിടക്കുന്നത് എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത് കേട്ടോ. അപ്പോൾ എന്താണ് ഇവർ അപ്ഡേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സിസ്റ്റം ഇതിനോട് പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റാഫുകൾ ഇത് പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ലേ എന്നൊക്കെയുള്ള ഡീറ്റെയിൽസാണ്. അപ്പോൾ പലരും ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റുകൾ ചെയ്തിട്ടുള്ളത് ഇതാണ്. അതായത് ഇത്തരത്തിൽ എത്രയോ കമൻറ്റുകൾ, 160-ലധികം കമൻറ്റുകൾ നമുക്ക് വന്നു. ഈ കമൻറ്റുകളിലെല്ലാം പറയുന്നത് ഇതേപോലെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ്. ഇവരുടെ സർവീസ്, പല ബാങ്കുകളും ഇത്തരത്തിൽ സർവീസിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കനറ ബാങ്കിൻ്റെ ചില സർവീസ് ഇഷ്യൂസൊക്കെ നമുക്ക് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് തന്നെ അനുഭവമുണ്ട്. അതേപോലെ തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ഒത്തിരി ആളുകൾ, സ്റ്റാഫിന് പൊതുവെ, ഒരു കമൻറ്റ് ഞാൻ ജസ്റ്റ് വായിക്കാം. ഫെഡറൽ ബാങ്കിലെ സ്റ്റാഫിന് പൊതുവെ ബാങ്കിങ്ങിൻ്റെ നടപടികളെക്കുറിച്ച് അറിവ് കുറവാണ്. ചോദ്യങ്ങൾക്ക് മറുപടി തരുമ്പോൾ ഒരു വില്ലേജ് ഓഫീസിലെ മറുപടി പോലെ തോന്നും. അങ്ങനെയൊക്കെയാണ്. എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ ഒരു ഇമെയിൽ ID മാറ്റാൻ 5 പ്രാവശ്യം ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവിടെ ബാങ്കിലാണെങ്കിൽ ഓക്കെ, നമ്മുടെ വർക്ക് ലോഡിന് ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടിയൊക്കെ വരുമ്പോഴുള്ള വലിയ ദുരവസ്ഥയുണ്ട്. അതെപ്പോഴും നമുക്ക് പോസിബിൾ ആയിരിക്കില്ല, അതാണ് പ്രശ്നം. അപ്പോൾ പിന്നെ പലരും പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നിലവിലുള്ള അക്കൗണ്ട് ക്ലോസ് ചെയ്ത് മറ്റൊരു ബാങ്കിൽ വേറെ ഒരു അക്കൗണ്ട് എടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കമൻറ്റുകളുടെ ഉത്തരങ്ങൾ എന്നുള്ള നിലയ്ക്ക് മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു കാര്യം ക്ലിയർ ആയെന്ന് കരുതുന്നു. എന്തായാലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, ഏകദേശം 5-8 മിനിറ്റ് കൊണ്ട് നമ്മളിത് പറഞ്ഞു തീർക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. മറ്റൊരു വീഡിയോയിൽ കമൻറ്റുകൾക്കുള്ള മറുപടിയുമായിട്ട് നമുക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും. വീണ്ടും കാണാം. ഗുഡ് ബൈ.